മൃഗശാലകൾ വിനോദത്തിന് മാത്രമുള്ള ഉപാധിയല്ല, പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നാട്ടിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ വനം വാച്ചർക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കാലൊടിഞ്ഞ വനം വാച്ചർ ബിജു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വാഹനമോടിക്കുന്നതിനിടെ ഹൃദയാഘാതം വന്ന് അവശനിലയിലായ ഡ്രൈവറെ സമയോചിതമായി ആശുപത്രിയിലെത്തിച്ച് ചാലക്കുടി പോലീസ്. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനായാൽ അതാണ് ഏറ്റവും വലിയ ബഹുമതിയെന്ന് പോലീസ് സംഘം. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. മൃഗശാലകൾ വിനോദത്തിനു മാത്രമുള്ള ഉപാധിയല്ല, പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രകൃതിയെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മിച്ച ഡിസൈനർ സുവിലൂടെ പകർന്നു കിട്ടുന്ന അറിവ് പ്രകൃതിയോടും പ്രകൃതി സംരക്ഷണത്തിനോടും നമുക്കുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതായാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 4 പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനാണ് ഇന്ന് വിരാമമായത്. ഇവിടെ തൃശ്ശൂരിലെ മൃഗശാല മാറ്റണം, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നീ ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു അത്യപൂർവ നേട്ടമാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇന്ന് കാണുന്ന വിധത്തിൽ 336 ഏക്കർ സ്ഥലത്ത് 371 കോടി രൂപ മുതൽ മുടക്കി 23 ആവാസ ഇടങ്ങളും 7 ആവാസ വ്യവസ്ഥകളുമായി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ നിർമ്മിച്ച കേവലം ഒരു മൃഗശാലയല്ലാതെ ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞത് ഈ സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി പദ്ധതി കാരണമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ പറഞ്ഞു. ചടങ്ങിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ടിന്റെ പ്രകാശനം ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. സുവോളജിക്കൽ പാർക്ക് സ്റ്റാമ്പിന്റെ പ്രകാശനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു, ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, K രാധാകൃഷ്ണൻ MP, MLA മാരായ P ബാലചന്ദ്രൻ, VR സുനിൽകുമാർ, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, NK അക്ബർ, മുരളി പെരുന്നെല്ലി, ET ടൈസൺ, മുൻ മന്ത്രിമാരായ K രാജു, KP രാജേന്ദ്രൻ, VS സുനിൽകുമാർ, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, സാംസ്കാരിക പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം തൃശൂർ. നാട്ടിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ വനം വാച്ചർക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. വനം വാച്ചർ ബിജുവിന്റെ കാല് ഒടിഞ്ഞു. ഇയാൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ആന പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കുതിരാൻ ഇരുമ്പുപാലത്ത് ജനവാസ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. കുതിരാൻ ക്ഷേത്ര പരിസരത്ത് നിന്നും റോഡിലൂടെ വന്ന ആന ഇരുമ്പുപാലം കഴിഞ്ഞതിനു ശേഷം ചക്കോള തരിശെന്ന പ്രദേശത്തേക്ക് പോകുന്ന വഴിയിലൂടെയാണ് എത്തിയത്. പ്രദേശവാസികൾ ഫോൺ വിളിച്ചും കൂക്കി വിളിച്ചും മുന്നറിയിപ്പ് നൽകി. പുലർച്ചെ 2 മണിവരെ ആന പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ചു. മീഡിയ ടൈം തൃശൂർ. വാഹനമോടിക്കുന്നതിനിടെ ഹൃദയാഘാതം വന്ന് അവശനിലയിലായ ഡ്രൈവറെ സമയോചിതമായി ആശുപത്രിയിലെത്തിച്ച് ചാലക്കുടി പോലീസ് സംഘം. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ചാലക്കുടി പനമ്പിള്ളി കോളേജ് പാപ്പാളി ജംഗ്ഷനിലാണ് സംഭവം. പോലീസിന്റെ യഥാർത്ഥ സേവനം ജനങ്ങളോടൊപ്പമാണ്. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനായാൽ അതാണ് ഏറ്റവും വലിയ ബഹുമതിയെന്നും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത പോലീസ് സംഘം അറിയിച്ചു. ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചാലക്കുടി പോലീസ് സ്റ്റേഷൻ GSI ഉണ്ണികൃഷ്ണൻ, GASI സജീവ്, CPOമാരായ അമൽ, ജിജോ എന്നിവർ ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെയാണ് ഒരു സ്ത്രീ സഹായം അഭ്യർത്ഥിച്ച് ഓടിയെത്തിയത്. തന്റെ ഭർത്താവിന് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും വാഹനം ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും സ്ത്രീ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ GSI ഉണ്ണികൃഷ്ണൻ, GSI
സജീവ് ഖാൻ, CPOമാരായ അമൽ, ജിജോ എന്നിവർ ഹൈവേയുടെ മറുവശത്തെ കാറിനടുത്തേക്ക് ഓടിയെത്തുകയും രോഗിയെ കാറിൽ കയറ്റി GSI ഉണ്ണികൃഷ്ണൻ തന്നെ അവരുടെ വാഹനമോടിച്ച് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഡോക്ടർമാർ ഉടൻ തന്നെ അടിയന്തര ചികിത്സ നൽകിയതിലൂടെ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി. നിലവിൽ രോഗി സുഖം പ്രാപിച്ച് വരികയാണ്. പോലീസ് സംഘത്തിന്റെ മാതൃകാപരമായ ഇടപെടലിന് രോഗിയും ബന്ധുക്കളും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. പോലീസിന്റെ യഥാർത്ഥ സേവനം ജനങ്ങളോടൊപ്പമാണ്. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനായാൽ അതാണ് ഏറ്റവും വലിയ ബഹുമതിയെന്നും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത പോലീസ് സംഘം അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടക്കുന്ന തൃപ്പുത്തരി, മുക്കുടി നിവേദ്യങ്ങൾക്കുള്ള പഴം, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ തണ്ടിക പോട്ടയിലെ കൂടൽമാണിക്യം ദേവസ്വം പ്രവൃത്തി കച്ചേരിയിൽ നിന്നും പുറപ്പെട്ടു. സംഗമേശന് നാളെയാണ് തൃപ്പുത്തരി. വെള്ളിയാഴ്ച സംഗമേശന് മുക്കുടി നിവേദിക്കും. ഇന്നുച്ചയ്ക്ക് 12:45 തണ്ടിക പുറപ്പാട്. 10 തണ്ട് നേന്ത്രപ്പഴം, 5 തണ്ട് കദളിപ്പഴം, 2 പെട്ടി ഉണക്കലരി എന്നിവയാണ് തണ്ടികയിൽ ഉണ്ടായിരുന്ന പ്രധാന ഇനങ്ങൾ. പച്ചക്കുരുമുളക്, പച്ചമാങ്ങ, ഇടിയൻചക്ക, ഇഞ്ചി, വഴുതന എന്നിവ ചെറുപൊതികളിലാക്കി തണ്ടികയ്ക്കൊപ്പം കൊണ്ടുപോയി. പടപ്പാട്ട് അപ്പുനായരായിരുന്നു മേത്താൾ. ശംഖുനാഥവും ആർപ്പുവിളികളും ഇരിങ്ങാലക്കുടയിലേക്ക് പുറപ്പെട്ട സംഘത്തിന് അകമ്പടിയായി. കിലോമീറ്ററുകൾ കാൽനടയായി താണ്ടി 7 മണിയോടെയാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, മുൻ ചെയർമാൻ VO പൈലപ്പൻ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പോട്ട NSS കരയോഗം സദ്യയും ഒരുക്കിയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ എറണാകുളം തുറവൂർ സ്വദേശിയെ കണ്ടെത്തിയ കേസിൽ കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് കൂട്ടിച്ചേർത്തു. കേസിലെ പ്രതികളായ എറണാകുളം കൂനമ്മാവിലെ ആശ്രമ ഉടമയടക്കം 3 പേർ അറസ്റ്റിൽ. എറണാകുളം കൂനമ്മാവ് സ്വദേശി ചെറുതുരുത്തി വീട്ടിൽ അമൽ ഫ്രാൻസിസ്, ഇയാളുടെ വളർത്തുമകൻ അരോമൽ, കോട്ടയ്ക്കൽ വീട്ടിൽ നിതിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന സൂചനയിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ആലപ്പുഴ അരൂർ സ്വദേശി മഞ്ചേന്ദ്ര വീട്ടിൽ 42 വയസ്സുള്ള സുദർശനൻ എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂരിൽ ഉപേക്ഷിച്ച സംഭവത്തിലാണ് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ സുദർശനെ കൊടുങ്ങല്ലൂരിൽ എത്തിക്കാൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഈ വാഹനം കോടതിയിൽ ഹാജരാക്കും. ഒക്ടോബർ 21 രാവിലെയാണ് സുദർശനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള റോഡരികിൽ ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവേറ്റ നിലയിൽ കാണപ്പെട്ടത്. ഇയാളെ ആദ്യം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു. ഈ സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് സുദർശനൻ. ഈ സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനാണ് ആദ്യം കേസെടുത്തിരുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇയാളുടെ പരിക്കുകൾ ഗുരുതരമാണെന്ന അറിയിപ്പ് ലഭിച്ച പ്രകാരമാണ് കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് കൂടി ചേർത്തത്. തുടർന്ന് ഈ കേസിന്റെ അന്വേഷണത്തിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 18-ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുദർശനൻ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്ഥലത്തെത്തിയ എറണാകുളം സെൻട്രൽ പോലീസ് സുദർശനന്റെ വൈദ്യപരിശോധന നടത്തിയ ശേഷം ഇയാളെ എറണാകുളം വരാപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൂനമ്മാവിലെ സ്ഥാപനത്തിൽ എത്തിക്കുകയായിരുന്നു. ആശ്രമത്തിൽ കഴിഞ്ഞുവരവെ ഉണ്ടായ ആക്രമണത്തെ തുടർന്നാണ് സുദർശനന് ഗുരുതരമായി പരിക്ക് പറ്റുകയും ആശുപത്രിയിൽ എത്തിക്കാതെ ആശ്രമ ഉടമ അമൽ ഫ്രാൻസിസിന്റെ നിർദ്ദേശപ്രകാരം ആരോമൽ, നിതിൻ എന്നിവർ സ്ഥാപനത്തിന്റെ വാഹനത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപം എത്തിച്ച് വഴിയരികിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. തൃശൂർ റൂറൽ പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ എറണാകുളം കൂനമ്മാവിലെ ആശ്രമത്തിലെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടതാണ് കേസിൽ വഴിത്തിരിവായത്. സുദർശനന് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. സംഭവം നടന്നത് എറണാകുളം വരാപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം കേസ് എറണാകുളം വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ DYSP VK രാജു, കൊടുങ്ങല്ലൂർ SHO BK അരുൺ, മതിലകം SHO MK ഷാജി, SIമാരായ K സാലിം, മനു P. ചെറിയാൻ, വൈശാഖ്, GSI സെബി, ASI അസ്മാബി, GSCPO PM ഷബീർ, KG കോബേഷ്, CPO CU വിഷ്ണു, അബീഷ് ഇബ്രാഹിം, ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ GSSCR പ്രദീപ് PP ജയകൃഷ്ണൻ, ASIമാരായ സൂരജ് B. ദേവ്, ലിജു ഇയാനി, ബിജു, CPMമാരായ മിഥുൻ R. കൃഷ്ണ, സുർജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
മാളക്കടവിലെ സർക്കാർ ഭൂമികളും കെട്ടിടങ്ങളും പഞ്ചായത്തിന്റെ നിയമവിരുദ്ധ കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് മാള പ്രതികരണ വേദി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഇപ്പോൾ രാഷ്ട്രീയവൽക്കരണത്തിന്റെ പേരിൽ പഴയ കച്ചവടക്കാരെ കുടിയിറക്കി മുസിരീസ് പ്രൊജക്ട് ലിമിറ്റഡ് എന്ന നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കരാർ അടിസ്ഥാനത്തിൽ സ്ഥലങ്ങൾ കൈമാറാനുള്ള നീക്കം നടക്കുകയാണ്. മത്സ്യ മാർക്കറ്റ് പൂട്ടിയതിന് പിന്നാലെ പഞ്ചായത്ത് മാർക്കറ്റ് പ്രദേശം വേലികെട്ടി പൂട്ടുകയും അതിനെ മാലിന്യ ശേഖരണ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തതിലൂടെ പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കിയതായി മാള പ്രതികരണ വേദി ആരോപിച്ചു. മത്സ്യ മാർക്കറ്റ് കെട്ടിടം ഉൾപ്പെടെയുള്ള സർക്കാർ നിർമ്മിത കെട്ടിടങ്ങൾ നിലനിർത്തുകയും പഞ്ചായത്തിന്റെ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും ആവശ്യമായാൽ കോടതിയെ സമീപിക്കുമെന്നും പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കുമെന്നും പ്രതികരണ വേദി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു സംഭവങ്ങളാണ് മാളിൽ ഈ അടുത്ത കാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായും മാറ്റണം. ഈ സ്ഥലത്ത് പൈതൃകം കൊണ്ടുവരട്ടെ, നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ നിലവിലുള്ളവരെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആയിരിക്കണം പൈതൃകം കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് കോട്ടപ്പുറം, അവിടെ ഒരാളെയും മാറ്റിയിട്ടല്ല പൈതൃകം കൊണ്ട് നടക്കുന്നത്. അവിടെ കോട്ടപ്പുറത്തിനും ചരിത്രം ഉറങ്ങുന്ന ഒരു മാളക്കടവാണ് ഇവിടെ ഉള്ളത്. അതിനെ സംരക്ഷിച്ചുകൊണ്ട് ആണ് നമ്മൾക്ക് പൈതൃകം കൊണ്ടുവരേണ്ടതെന്നാണ് മാളക്കാർക്ക് ആവശ്യം. കൂടാതെ ഇതിൻ്റെ സത്യാവസ്ഥ ഇവിടെ ആർക്കും ജനങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് ഇറങ്ങിയേക്കാണ്. ഇറങ്ങുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പഞ്ചായത്തിന് എന്ത് അവകാശമാണ് ഇത് ഒഴിപ്പിക്കാൻ? സലാം ചൊവ്വര, VS നിസാർ, CM സദാശിവൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മതിലകത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സൈഡ് ഭിത്തിയുടെ സ്ലാബ് ഇടിഞ്ഞു വീണു. സർവീസ് റോഡിലൂടെ കടന്നുപോയ കാർ തലനാരിഴക്കി രക്ഷപ്പെട്ടു. മതിലകം ബൈപ്പാസിലെ പള്ളിവളവ് അടിപ്പാതയ്ക്ക് തെക്ക് ഭാഗത്ത് ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. 4 ദിവസം മുമ്പാണ് സ്ലാബ് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ മണ്ണിട്ടുറപ്പിക്കുകയും ബെൽറ്റ് പിടിപ്പിക്കുന്നതിനു മുമ്പാണ് സ്ലാബ് വീണത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വാഹനം മുകളിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ വൈബ്രേഷൻ മൂലമാണ് സ്ലാബ് ഇളകി വീണതെന്ന് പറയുന്നു. മാള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദ്യാഭ്യാസ മേഖലയിലെ മികവ് അംഗീകരിച്ച് മെറ്റ്സ് അവാർഡ് ഫോർ എഡ്യൂക്കേഷൻ എക്സലൻസ് 2025 നൽകുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ആദരിക്കുന്നതാണ് പദ്ധതിയെന്ന് മെറ്റ്സ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച ഹയർ സെക്കൻഡറി, സീനിയർ ഹയർ സെക്കൻഡറി അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും കേരളത്തിന് പുറത്തുമുള്ള അധ്യാപകരെ തെരഞ്ഞെടുത്ത് അക്കാഡമിക് പെർഫോമൻസ് മുൻനിർത്തി ഒരു അവാർഡ്, മെറ്റ്സ് അക്കാഡമിക് പെർഫോമൻസ് അവാർഡ് എന്ന പേരിൽ ഇക്കൊല്ലം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ വരുന്ന 15-ാം തീയതിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മാനദണ്ഡങ്ങളും മറ്റു വിഷയങ്ങളും നമ്മുടെ CEO ജോർജ് പാൽജേരി വിശദീകരിക്കുന്നതായിരിക്കും. പ്രിൻസിപ്പൽമാർക്ക് മികച്ച അക്കാദമിക് നേട്ടങ്ങൾ, നൂതന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, നേതൃത്വ മികവ് തുടങ്ങിയ 3 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അധ്യാപകർക്കായി മെറ്റ്സ് എക്സലൻസ് ടീച്ചർ അവാർഡ്, മെറ്റ്സ് സബ്ജക്ട് എക്സ്പേർട്ട് അവാർഡ് എന്നീ 2 വിഭാഗങ്ങൾ ഉണ്ടാകും. അധ്യാപകരുടെ നാമനിർദ്ദേശം അതാത് സ്കൂളിലെ പ്രിൻസിപ്പൽ നൽകണം. പ്രിൻസിപ്പൽമാർക്ക് അവരുടെ അപേക്ഷ സ്വയം സമർപ്പിക്കാവുന്നതാണ്. അവസാന തീയതി ഒക്ടോബർ 30, 2025. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഡോക്ടർ ഷാജു ആന്റണി, ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ഡോക്ടർ A. സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭ, ലോക്സഭ വോട്ടർ പട്ടിക റദ്ദാക്കി തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനത്തിൽ പ്രതിഷേധിച്ച് LDF കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. CPI ജില്ലാ കൗൺസിൽ അംഗം PP സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് അധികാരം കിട്ടും, മുനിസിപ്പാലിറ്റി അധികാരം കിട്ടും, ഞങ്ങൾ തലവെട്ടും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ആ മരം വെട്ടിക്കൊണ്ട് അവർ നടത്തിയിട്ടുള്ളത്. ആ ഫാസിസം ഉത്തരേന്ത്യയിലെ കുടിലുകൾ, വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ ഇടിച്ച് നടപ്പാക്കുന്ന ഫാസിസം കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ അതിനെ എതിർക്കണം.
ശക്തമായി നമുക്ക് എതിർക്കണം. ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ ഒട്ടപ്പെട്ടിൽ വെട്ടിമാറ്റി, ഒട്ടപ്പെട്ടിയിൽ നിന്നും ആളുകളെ വെട്ടിമാറ്റി ജനങ്ങളുടെ പൗരത്വത്തിന്റെ അവകാശം നിഷേധിക്കുന്ന ഈ ശക്തമായ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, KS കൈസാബ്, PB ഗൈസ്, വേണു വെണ്ണറ, റഹീം പള്ളത്ത്, അഡ്വക്കേറ്റ് അരുൺ മേനോൻ, ഷഫീഖ് മണപ്പുറത്ത്, TP പ്രബേഷ്, അഷ്റഫ് സബാൻ, TR ജിതിൻ എന്നിവർ സംസാരിച്ചു. കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളിൽ വല കുടുങ്ങി നഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ അഴീക്കോട് ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് അഴീക്കോട് മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഫിഷറീസ് വകുപ്പ് ഡയറക്ടർക്ക് നിവേദനം നൽകി. കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളിൽ മത്സ്യബന്ധന വലകൾ കുടുങ്ങി 2 കോടിയോളം രൂപയുടെ നഷ്ടം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ അഴീക്കോട് തുറമുഖത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ വിവരശേഖരണം നടത്തി സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുവാൻ അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CB സുരേന്ദ്രൻ മരക്കാർ ആവശ്യപ്പെട്ടു. 6ഓളം വള്ളങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതുമായ 15-16ഓളം വരുന്ന വള്ളങ്ങൾ ഈ പ്രദേശത്തും എൻ്റെ പ്രദേശമായ ചാവക്കാട്, വ്യാസൻ, ഗുരുദക്ഷിണ, UK ബ്രദേഴ്സ്, ബിലാൽ, പുളിക്കുന്നത്തിൻ്റെ 2 വള്ളം തുടങ്ങി 6ഓളം വള്ളങ്ങളും ഈ അടുത്ത സമയത്തായി, അടുത്ത കാലങ്ങളിലായി കടലിൽ കണ്ടെയ്നറുകളിൽ തട്ടിത്തടഞ്ഞും വല നഷ്ടപ്പെട്ടും മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടും സാമ്പത്തികമായ വലിയ ക്ലേശം അനുഭവിച്ചു വരികയാണ്. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു അധ്യക്ഷത വഹിച്ചു. EK സോമൻ, PP ജോൺ, PK മുഹമ്മദ്, PA മനാഫ്, CM മൊയ്തു, ബഷീർ കൊണ്ടാമ്പിള്ളി, KM സാദത്ത്, പ്രൊഫസർ KM സിറാജ്, അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ്, PA മുഹമ്മദ് സഗീർ, CA റഷീദ്, EK ദാസൻ, PK ചന്ദ്രബാബു, ഹസീന റിയാസ്, സുബൈദ ബാബു, ഗീത സതീശൻ, ഷെമീന സുഹൈൽ, സുമയ്യ നിസാർ, എവിൻ ഷിൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിനും സനീഷ് കുമാർ ജോസഫ് MLAയുടെ കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 31-ന് പകൽ 10-ന് MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും കുറ്റവിചാരണ സദസ്സും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ 31-ാം തീയതി ചാലക്കുടിയുടെ വികസനം അട്ടിമറിച്ച MLAയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരായി, അഴിമതിക്കുമെതിരായി കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിലേക്ക് LDF നൂറുകണക്കിന് പ്രവർത്തകരെ നയിച്ച് മാർച്ച് ചെയ്യുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ KS അശോകൻ, MB ഗംഗാധരൻ, പോളി ഡേവിസ്, VK പോൾ, ജോർജ് ഐനിക്കൽ, ഷോജൻ വിധേയത്തിൽ, PD നാരായൺ, സാബു സുൽത്താൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മൃഗശാലകൾ വിനോദത്തിന് മാത്രമുള്ള ഉപാധിയല്ല, പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നാട്ടിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ വനം വാച്ചർക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കാലൊടിഞ്ഞ വനം വാച്ചർ ബിജു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വാഹനമോടിക്കുന്നതിനിടെ ഹൃദയാഘാതം വന്ന് അവശനിലയിലായ ഡ്രൈവറെ സമയോചിതമായി ആശുപത്രിയിലെത്തിച്ച് ചാലക്കുടി പോലീസ്.
ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനായാൽ അതാണ് ഏറ്റവും വലിയ ബഹുമതിയെന്ന് പോലീസ് സംഘം. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.